നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ചെൽസിയുടെ പ്രീ സീസൺ സ്ക്വാഡ് യുഎസിലേക്ക് ഫ്ലൈ ചെയ്തിരിക്കുന്നു. അതിനകത്ത് വൺ സീരിയസ് ഒമിഷൻ ഉണ്ട്. ട്രെവോ ചാലബ ചെൽസി പ്രീ സീസൺ സ്ക്വാഡിൽ പങ്കെടുക്കുന്നില്ല. അത് വളരെ വിഷമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ചെൽസി ബോർഡിലായിരിക്കുന്ന ഒരു പ്ലെയറിന് സ്വാഭാവികമായിട്ടും ആ സ്ക്വാഡിൽ സ്ഥാനമില്ല. ഇതും ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് ഒരു ടീമില് മാക്സിമം പോയ 5 സെന്റർ ബാക്കുകൾ, ആറാമത്തെ ഒരു സെന്റർ ബാക്കിൽ 6 സെന്റർ ബാക്കിലേക്ക് വെച്ചിട്ട് ഒരു ടീം ഒരു സീസൺ മുഴുവനൊന്നും കൊണ്ടുപോകുന്നില്ല. ഇപ്പൊ എത്ര ഇഞ്ചുറി കൺസേൺ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു സീസണിലൊന്നും 6 സെന്റർ ബാക്കുകളിനെ വെച്ച് കളിപ്പിക്കുന്നത് എവിടേക്ക് കേട്ടിട്ടൊന്നുമില്ല. ബാക്കപ്പ് റിസർവിലേക്ക് ഡെവലപ്മെന്റ് സ്ക്വാഡിൽ നിന്നൊക്കെ കേൾക്കുമായിരിക്കും. പക്ഷെ നമുക്കിപ്പോ നല്ല കോൾവിൽ, ബാദിയഷ്യൽ, തോസൻ അബ്രദായോ, ഫൊഫാന ആൻഡ് ദിസാസി, നല്ല 5 സെന്റർ ബാക്കുകളുണ്ട്. ഇപ്പൊ ഇതില് ട്രെവോ ചാലബയ്ക്ക് സ്ഥാനമില്ല സത്യം പറഞ്ഞാൽ. ആൻഡ് ഇപ്പൊ ഞാൻ ട്രെവോ ചാലബയാണെങ്കിൽ ഐ ഫീൽ സാഡ്. കാരണം വേറെ ഒന്നുമല്ല, നല്ലൊരു സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ ഉണ്ടായിരുന്നു. ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും റെഗുലർ ഗെയിം ടൈം കിട്ടിയ റെഗുലർ ഗെയിം ടൈമിൽ നല്ലോണം പെർഫോം ചെയ്യുകയും ചെയ്തു. സോ ഇറ്റ് ഈസ് സാഡ്. പറഞ്ഞിട്ടില്ല. അപ്പൊ ഏതെങ്കിലും ഒരാളെ നമ്മൾ പറഞ്ഞു വിടേണ്ടി വരും. ദിസാസി വേഴ്സസ് ട്രെവോ ചാലബ, അതൊരു കോൺട്രവേഴ്ഷ്യൽ ആണ്. കുറെ പേര് പറയുന്നു ട്രെവോ ചാലബ, കുറെ പേര് പറയുന്നു ദിസാസി. എന്നെ സംബന്ധിച്ച് ദിസാസി ബിക്കോസ് ഓഫ് മാച്ച് ഫിറ്റ്നസ്. ഇപ്പൊ ട്രെവോ ചാലബയെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല. ഈവൻ ദിസാസിയുടെ ഫ്യൂച്ചറും മേ ബി ഒരു വർഷം കഴിഞ്ഞ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറസ്കയ്ക്ക് ആവശ്യം ഒരു ബോൾ പ്ലേയിങ് സെന്റർ ബാക്കാണ്. അതിൽ എത്രത്തോളം ദിസാസി അഡാപ്റ്റഡ് ആവുന്നുള്ളത് കണ്ടറിയാം. പിന്നെ ട്രെവോ ചാലബയെ മെറസ്കയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു അവസരമെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. ആ അവസരത്തിൽ ഒരു പക്ഷേ മെറസ്ക 100% സാറ്റിസ്ഫൈഡ് അല്ല. ആൻഡ് ട്രെവോ ചാലബ ഞാൻ പണ്ടേ പറഞ്ഞിട്ടില്ല, ഹീസ് നോട്ട് എ ബോൾ പ്ലേയിങ് സെന്റർ ബാക്ക്. അങ്ങനെ കളിക്കാൻ പറ്റിയ ഒരു പ്ലെയർ അല്ല. നേരെ മറിച്ച് ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ടീമിനൊക്കെ, ലോ പൊസിഷൻ ബേസ്ഡ് ലോ ബ്ലോക്ക് ടീമിനൊക്കെ കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലെയർ, ഒരു കർട്സൂമ സ്റ്റൈൽ ഓഫ് ഒരു ഡിഫൻഡർ തന്നെയാണ്. ആൻഡ് ട്രെവോ ചാലബ വേറെ ഒരു ഏത് ടീമിൽ പോയാലും റെഗുലർ ഗെയിം ടൈം കിട്ടും. ആൻഡ് ഐ വിഷ് ഹിം ദ വെരി ബെസ്റ്റ്. വേറെ ഏതൊരു ടീമിൽ പോയിട്ടും ചെക്കൻ രക്ഷപ്പെടട്ടെ. ചെക്കൻ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ. നമ്മുടെ റൂബൻ ലോഫ്റ്റസ്-ചീക്ക് ഒക്കെ മിലാനിൽ പോയിട്ട് പെർഫോം ചെയ്യുന്നത് പോലെ തന്നെ അവൻ എവിടെയെങ്കിലും പോയി പെർഫോം ചെയ്യട്ടെ. അതോടെ തന്നെ നമുക്ക് ബാക്കിയുള്ള സ്ക്വാഡിനെ കുറിച്ച് നമുക്ക് സംസാരിക്കുന്നതാണ്. സോ ചെൽസി സ്ക്വാഡ് നമ്മൾ എക്സ്പെക്ടഡ് പ്ലേയേഴ്സ് തന്നെയാണ് പോകുന്നത്. സോ ഗോൾ കീപ്പേഴ്സ് സർപ്രൈസ് ഇല്ല. ഒരു പുതിയൊരു ഗോൾ കീപ്പറിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ അതിനെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. റോബർട്ട് സാഞ്ചസ്, എഡി ബീഷ്, ലൂക്കസ് ബർഗ്സ്റ്റോം. സ്വാഭാവികമായിട്ട് പെട്രോവിച്ച് ഇതിനകത്ത് കാണുന്നില്ല. അത് ഇഞ്ചുറി കാരണമാണ്. ചെറിയൊരു ഇഞ്ചുറി, സ്മോൾ ഇഞ്ചുറി, വലിയ കൺസേൺ അല്ല. പുള്ളിക്കാരൻ തിരിച്ച് ജോയിൻ ചെയ്യുന്നുള്ളത്. ഡിഫൻഡേഴ്സ്, നോ സർപ്രൈസ് ദർ. നമ്മളെ എല്ലാവരും ഉദ്ദേശിച്ച എല്ലാവരും ആൾക്കാർ തന്നെ. ആഡഡ് ടു ദാറ്റ് ഇസ് ജോഷ് അച്ചംപോങ്ങും പിന്നെ ബെൻ ചിൽവലൊക്കെ. ജോഷ് അച്ചംപോങ്ങിനെ അവർ ആഡ് ചെയ്തത് വേറെ ഒന്നുമല്ല, യങ്സ്റ്ററിന് ഒരു എക്സ്പോഷർ കിട്ടാൻ വേണ്ടിയിട്ട് വെരി ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് അച്ചംപോങ്. അപ്പോൾ പുള്ളിക്കാരൻ ആഡ് ചെയ്തു. മിഡ്ഫീൽഡേഴ്സിൽ ചെറിയ എന്താ പറയുക, ഒരു പോരായ്മ ഞാൻ കാണുന്നു. പക്ഷെ റോമിയോ ലാവിയ, ലെസ്ലി ഒഗോചുക്കും സാന്റോസും രണ്ടുപേരും ലോണിൽ പോകും. സാന്റോസിന്റെ ലോൺ കൺഫേംഡ് ആയി, ലെസ്ലി ഒഗോചുക്കും ലോണിൽ പോകുന്നുള്ളത് കൺഫേംഡ് ആണ്. പിന്നെ ഉള്ളത് കിയനൻ ഡ്രൂസ്ബറി ഹോളും കാരണം ചുക്കാമാക്ക. മച്ചാനെ ഇവന്റെ പേര് കാണാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് പുള്ളി. അപ്പൊ 3 നമ്പർ 6, 2 നമ്പർ 8 ആയിട്ടാണ് നമ്മൾ പോകുന്നത്. കുറച്ച് തിന്നാണ് അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഫോർവേഡ്സ് ആണെങ്കിൽ ഒരു ചാറപ്പറ ഫോർവേഡ്സ്. ജാക്സൺ, എൻകുങ്കു, ബ്രോയ, മാർക്ക് ഗുയി, ഡാട്രോ ഫൊഫാനയെ സ്ക്വാഡിൽ ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹി ഈസ് ഓൾസോ പ്രോബബ്ലി ഓൺ ഹിസ് വേ ഔട്ട്. ആഞ്ചലോ ഗബ്രിയൽ, നോണി മാഡുവക്കെ, ടൈറിക് ജോർജ്, ഇതാണ് വേറൊരു യങ്സ്റ്റർ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റഹീം സ്റ്റെർലിംഗ്. അത്യാവശ്യം സോളിഡിഫൈഡ് ആയിട്ടുള്ള ഒരു 25 പ്ലേയേഴ്സ്. നമ്മൾ 25 അല്ല, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 24 ഔട്ട്ഫീൽഡ് പ്ലേയേഴ്സും ബാക്കി ഗോൾ കീപ്പേഴ്സും. ശരി, ഇത്രയൊക്കെ തന്നെ സൈസ് ഉണ്ടാവുള്ളൂ. നമ്മുടെ മിഡ്ഫീൽഡേഴ്സ് ആക്ച്വൽ സ്ക്വാഡ് വരുമ്പോൾ 2 പേര് ഇതിനകത്ത് ആഡ് ആവും. ഇതിനകത്ത് 2 പേര് പോകും. മൊത്തം ഒരു 6 പേര് ഈ സ്ക്വാഡിൽ കാണും. ഇതിൽ ഈ പറയുന്നത് പോലെ ഒരു 8-9 പേര് കാണും ഡിഫൻഡേഴ്സ്. ഫോർവേഡ്സ് ഒരു 5-6 പേര്. അത്രയും നമുക്കൊരു ടീമിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാടുള്ളൂ. വ്യാഴാഴ്ച മുതലാണ് പ്രീ സീസൺ തുടങ്ങുന്നത്. പ്രതി എക്സൈറ്റഡ്. എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാം. ഫസ്റ്റ് മാച്ച് ഞങ്ങൾക്ക് ഇവിടെ വെളുപ്പിനെ 2:30 അതുകൊണ്ട് കാണാനുള്ള സാധ്യത കുറവാണ്. പിന്നീടുള്ള മാച്ചുകൾ ചിലപ്പോൾ പ്രീ സീസണിൽ ഇത് കാണാം, അല്ലെങ്കിൽ ഹൈലൈറ്റ്സ് മാത്രം ഞാനിത് കാണും. പിന്നെ വ്രക്സമായിട്ടുള്ള ഒരു മത്സരമല്ല, അത്രയ്ക്ക് പ്രതി എക്സൈറ്റിംഗ് ആയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നോക്കട്ടെ, ചിലപ്പോ രാവിലെ എണീറ്റ് ഇരുന്ന് ഇങ്ങനെ കാണാൻ പറ്റുകയാണെങ്കിൽ ഞാനിത് കാണും. നോക്കാം. നിങ്ങളുടെ തോട്ട്സ്. ട്രെവോ ചാലബയെ ചെൽസി ലീവ് ചെയ്തതിന് വിഷമമായ ഒരു കാര്യം തന്നെയാണ്. ബട്ട് ദാറ്റ്സ് ഫുട്ബോൾ. യു മൂവ് ഓൺ ആൻഡ് ഹി വിൽ ഗെറ്റ് ഗുഡ് ഓപ്പർച്യൂണിറ്റീസ്. അതിനെ കുറിച്ച് ആരും വിഷമിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, റെഗുലർ ഗെയിം ടൈമും കിട്ടും. ഇവിടെ നിന്നാലും
അവനൊരു 500 മിനിറ്റ് താഴെ ഗെയിം ടൈം കിട്ടുള്ളൂ. അതുകൊണ്ട് അവൻ റെഗുലർലി ഒരു ഫസ്റ്റ് ടീമിൽ തന്നെ പോയി കളിക്കട്ടെ. അതോടെ തന്നെ നാഷണൽ ടീമിൽ കളിക്കാനായിട്ടുള്ള അവന്റെ ചാൻസസും അവൻ വർദ്ധിക്കട്ടെ. ഉദാഹരണത്തിന് നമ്മുടെ ഇവൻ വർദ്ധിച്ചതുപോലെ അവന്റെ പേരെന്താണ്, പിക്കോ ടമോറി. സോ വൈ നോട്ട് മാർക്ക് ഗുയി, അവരൊക്കെ Chelsea products അല്ലേ. So let them be successful. Do let me know guys നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off, SK from Chelsea Car. Bro, give me the charger, na.